ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 6-ാമത്തെ അധ്യായമായിട്ടുള്ള ധ്യാനയോഗത്തിലെ 42-ാമത്തെ ശ്ലോകമാണ് നമ്മൾ കണ്ടത്. ആ 42-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുകയാണ്, അല്ലയോ അർജുന, നിൻ്റെ ഈ സംശയം അത് ന്യായമായിട്ടുള്ള ഒന്നല്ല. കാരണം ശുഭമായ കർമ്മം ചെയ്യുന്ന ഒരു വ്യക്തി ശുഭലക്ഷ്യത്തെ പ്രാപിക്കുന്നതിന് മുൻപ് ആ കർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കുകയാണെങ്കിൽ പോലും അയാൾ എത്ര കാലം ശുഭകർമ്മം ചെയ്യുന്നതോ അതിൻ്റെ തുടർച്ചയെന്നോണം അയാൾക്ക് പിന്നീട് മുന്നോട്ട് പോകുവാൻ സാധിക്കും. അയാൾക്ക് വീണ്ടും അയാൾ ബുദ്ധിമാന്മാരുടെ ലോകത്ത് തന്നെ, അല്ലെങ്കിൽ ബുദ്ധിമാരുടെ കുലത്തിൽ തന്നെ അവർ ജന്മം കൊള്ളും. ആ ചെയ്ത കർമ്മത്തിൻ്റെ തുടർച്ച അവിടെ ചെയ്യേണ്ടതായിട്ട് വരും. ആ തുടർച്ച ചെയ്യുന്നതിലൂടെ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത കർമ്മങ്ങളുടെ ആ തുടർച്ച എന്തിനു വേണ്ടിയാണോ, ഏത് ലക്ഷ്യത്തിനു വേണ്ടിയാണോ ചെയ്തത്, ആ ലക്ഷ്യത്തിൽ എത്തുവാൻ കാരണമായി തീരുകയും ചെയ്യും. അത് തുടർച്ചയാണ്, ഒന്നും അവസാനമില്ല. ഒന്നിൻ്റെ തുടർച്ചയായിട്ടാണ് മറ്റൊന്ന് വരുന്നത് എന്നുള്ളതാണ്. ഇവിടെ 43-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, തത്ര തം ബുദ്ധി സംയോഗം ലഭതേ പൗർവദേഹികം യതതേ ച തതോ ഭൂയ സംസിദ്ധൗ കുരുനന്ദന. അല്ലയോ കുരുനന്ദന, തത്ര തം പൂർവദേഹികം, ആ ജന്മത്തിൽ, അതായത് നമ്മൾ ഏത് ജന്മത്തിലാണോ അടുത്ത ഒരു ജന്മത്തിൽ നമ്മൾ ജനിക്കുന്നത്, ആ ജന്മത്തിൽ പൂർവജന്മ സംബന്ധമായിട്ടുള്ള, അതായത് പൂർവജന്മത്തിൽ ഉണ്ടായ ആ ശുഭകർമ്മങ്ങൾ, അയാൾ ചെയ്ത ശുഭകർമ്മങ്ങൾ, ആ ശുഭകർമ്മങ്ങളിലൂടെ അയാൾക്ക് ആ ശുഭകർമ്മത്തെക്കുറിച്ചുള്ള ബോധം അയാൾക്ക് അടുത്ത ജന്മത്തിലുണ്ടാകും. കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ശുഭകാര്യങ്ങൾ ഏതൊക്കെ ചെയ്തോ അത് ചിലപ്പോൾ ലക്ഷ്യത്തിലെത്തിച്ചേരാതെ അതിൽ നിന്ന് വ്യതിചലിച്ചു. പക്ഷേ ഇപ്പോൾ അടുത്ത ജന്മത്തിൽ തീർച്ചയായിട്ടും കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത ശുഭകാര്യത്തെക്കുറിച്ചുള്ള ബോധം അയാൾക്ക് ഉണ്ടാകും. അയാൾ വീണ്ടും അതിനുവേണ്ടി, ആ ലക്ഷ്യത്തിനു വേണ്ടി പ്രയത്നിക്കും. ആ പ്രയത്നത്തിലൂടെ അയാൾ ലക്ഷ്യത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. അത് ഇവിടുത്തെ കർമ്മം എന്ന് പറയുന്നത് യോഗസിദ്ധിക്കായിക്കൊണ്ടുള്ള കർമ്മമാണ്. ആ കർമ്മത്തിലൂടെ യോഗസിദ്ധി എന്ന തലത്തെ പ്രാപിക്കുവാൻ സാധിക്കും. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള പ്രയത്നത്തിലൂടെ സാധിക്കും എന്നാണ് പറയുന്നത്. ഇപ്പം നമ്മൾ ഈ പൂർവ്വജന്മത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരു മഹാത്മാവ് പറഞ്ഞത്, അദ്ദേഹം ഉത്തരേന്ത്യയിൽ ഒരു വലിയൊരു പാഠശാലയിൽ അദ്ദേഹം സന്ദർശിക്കാൻ പോയി. ആ പാഠശാലയിൽ സന്ദർശിക്കാൻ പോകുമ്പോൾ ഏകദേശം ഒരു 40 വയസ്സിന് മുകളിലുള്ള ആളുകളാണ് അവിടെ പഠിതാക്കളായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. കാരണം അത്രയധികം വിദ്യാഭ്യാസവും അറിവും നേടിയതിന് ശേഷം വീണ്ടും അതിൻ്റെ തുടർച്ചയായിട്ട് ആണ് അവർ അവിടെ വിദ്യാഭ്യാസം, അവിടെ അറിവ് നേടുവാൻ വേണ്ടിയിട്ട് അവർ വരുന്നത്. ഏകദേശം 40 വയസ്സ് കഴിഞ്ഞവരേ ഉള്ളൂ. അപ്പോൾ 40 വയസ്സിന് മുമ്പ് അവർ എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട്, എന്തൊക്കെയോ മനസ്സിലാക്കിയിട്ടുണ്ട്, എത്രയൊക്കെയോ ഡിഗ്രികൾ എടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ളവരാണ് ഈ പാഠശാലയിൽ
പരമമായിട്ടുള്ള അറിവിനെ പ്രാപിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി പഠിക്കുവാൻ വേണ്ടിയിട്ട് വരുന്നത്. വളരെ ഗുഹ്യമായ ശാസ്ത്രങ്ങൾ, ആ ശാസ്ത്രങ്ങൾ അതും വളരെ കഠിനമായി പഠിച്ചെടുക്കുവാൻ കഠിനമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ, മഹത്തരമായിട്ടുള്ള ഗ്രന്ഥങ്ങളെയാണ് അവർ അവിടെ പഠിക്കുന്നത്. അപ്പോൾ ഈ കുറേ അധികം ആളുകളുണ്ട്. അതിൽ ഒരു 8 വയസ്സായ കുട്ടിയുമുണ്ട്. നോക്കൂ, 40 വയസ്സിന് ശേഷം, ഏകദേശം 40 വയസ്സിന് ശേഷമുള്ള ആളുകൾ പഠിക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ പഠിക്കാൻ സാധിക്കുന്നതായിട്ടുള്ള ഒരു വിഷയം ഇവിടെ 8 വയസ്സായ കുട്ടിയും പഠിക്കുന്നു എന്ന് പറയുമ്പോൾ ആ 8 വയസ്സുകാരൻ്റെ മേധാശക്തി, 8 വയസ്സുകാരൻ്റെ അറിവ്, അവൻ മനസ്സിലാക്കിയിട്ടുള്ള ജന്മസിദ്ധമായിട്ടുള്ള ശാസ്ത്രങ്ങൾ, ഇതൊക്കെ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് അളക്കാൻ പോലും പറ്റില്ല, അനുമാനിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ ഇത് ഈ 8 വയസ്സായ കുട്ടിക്ക് എവിടെ നിന്ന് ഇത്രയധികം അറിവ് കിട്ടി? ഈ അറിവുള്ളവരുടെ ഇടയിൽ ഇരുന്ന് ഏറ്റവും കഠിനമായിട്ടുള്ള ശാസ്ത്രത്തെ അഭ്യസിക്കുവാൻ തക്കവണ്ണമുള്ള ബേസിക്കായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം, ഒരറിവ്, അത് അയാൾക്ക് എവിടെ നിന്ന് കിട്ടി? ഈ 8 വയസ്സിനിടയിൽ കിട്ടാൻ യാതൊരു മാർഗവുമില്ല. ഇനി 8 വയസ്സിനിടയിൽ കിട്ടിയാൽ തന്നെ ആ ശാസ്ത്രങ്ങളെ പഠിച്ചു മനസ്സിലാക്കുവാനുള്ള കഴിവ് 8 വയസ്സായിട്ടുള്ള കുട്ടിക്ക് സാധിക്കില്ല. അപ്പോൾ ഇവിടെയാണ് പൂർവജന്മത്തിൻ്റെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ഒരു തുടർച്ചയാണ്, കഴിഞ്ഞ ജന്മവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പഠനം. ആ പഠനത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള പഠനം ഈ ജന്മത്തിൽ നടക്കുന്നു, സംഭവിക്കുന്നു. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഈ നമ്മൾ ടി വിയിൽ പലതരത്തിലുള്ള മത്സരങ്ങൾ, അത് മ്യൂസിക്കുമായിട്ട് ഒക്കെ ആയിട്ടുള്ള മത്സരങ്ങൾ നടത്താറുണ്ട്. പക്ഷേ പലപ്പോഴും വിധികർത്താക്കളെ പോലും ഞെട്ടിച്ചുകൊണ്ട് ചില കൊച്ചു കുഞ്ഞുങ്ങൾ, 3 വയസ്സുള്ള കുട്ടികൾ, 5 വയസ്സുള്ള കുട്ടികൾ, അത് ശാസ്ത്രീയമായി ആ പഠനം നടത്തിയ ആളുകൾ ആയിട്ട് ആണ് അവർ, വലിയ അനുഭവ സമ്പത്തുള്ളവരാണ് വിധികർത്താക്കളായിട്ട് വരുന്നത്. അവർക്ക് പോലും അസാധ്യമായിട്ടുള്ള ചില ഗാനശകലങ്ങൾ ഈ കുട്ടികൾക്ക്, 2 വയസ്സായ 3 വയസ്സായ കുട്ടി, 5 വയസ്സായ കുട്ടികൾക്ക് ഒക്കെ പാടുവാൻ കഴിയുന്നു, പറയുവാൻ കഴിയുന്നു, പ്രസംഗിക്കുവാൻ കഴിയുന്നു, ശാസ്ത്ര നിരൂപണം നടത്തുവാൻ കഴിയുന്നു. ഈ വിധത്തിൽ ഇതെന്താണ്, ഈ കുട്ടികൾക്ക് എവിടെ നിന്ന് ഈ അറിവ് കിട്ടി? ചിലപ്പോൾ അവരുടെ അച്ഛനമ്മമാരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്കും ഇതിനെക്കുറിച്ചൊന്നും വലിയ ഗ്രാഹ്യമൊന്നുമില്ല, ഉണ്ടാവില്ല. ഈ വിധത്തിലുള്ള അറിവ് അപ്പോൾ എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചാൽ അവിടെയാണ് പൂർവജന്മം ഇല്ലേ, അല്ലെങ്കിൽ പുനർജന്മമില്ലേ എന്നുള്ള ചോദ്യത്തിന് നമുക്ക് ഉത്തരം കാണാൻ സാധിക്കുന്നത്. ഒന്നും ഇല്ലാതെ ഒരാളിൻ്റെ മസ്തിഷ്കത്തിൽ എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും ഉറയ്ക്കാതെ അത് അയാളിൽ നിന്ന് പ്രവൃത്തിയിലൂടെ മുന്നോട്ട് വരാൻ യാതൊരു നിർവാഹവും ഇല്ല. അപ്പോൾ ഇത് എവിടെ നിന്നോ പഠിച്ചിട്ടുണ്ട്. എപ്പോൾ പഠിച്ചു? 8 വയസ്സിനുള്ളിൽ പഠിക്കാൻ പറ്റുമോ? 3 വയസ്സിനുള്ളിൽ പഠിക്കാൻ പറ്റുമോ? 5 വയസ്സിനുള്ളിൽ പഠിക്കാൻ പറ്റുമോ? അത് പഠിച്ചെടുക്കുവാൻ അത്രയും കാലഘട്ടം മതിയാവുമോ? ആ കാലഘട്ടത്തിനുള്ളിൽ ഇത്രയും ചെറിയ കുട്ടിക്ക് ഇത്രയും വലിയൊരു വിദ്യ പഠിച്ചെടുക്കുവാൻ സാധിക്കുമോ? സാധിക്കില്ല. അപ്പോൾ അത് ഒരു തുടർച്ചയാണ്. അത് അവിടെയാണ് പൂർവജന്മം ഉണ്ട് എന്ന്, പൂർവജന്മത്തിൻ്റെ പ്രസക്തി നമ്മൾ അനുഭവത്തിലൂടെ, അല്ലാതെ വെറുതെ പറയുന്ന കാര്യമല്ല, അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്തു വന്ന
ഒന്നിൻ്റെ തുടർച്ചയാണ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത്. അതിനെയാണ് വാസനാബലം എന്നൊക്കെ പറയുന്നത്. കഴിഞ്ഞ ജന്മത്തിൽ എന്തൊക്കെയാണോ നമുക്ക് ഇഷ്ടാനിഷ്ടങ്ങൾ ചെയ്തു വന്ന പ്രവൃത്തി, ആ ഇഷ്ടാനിഷ്ടങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ചെയ്തു വന്ന പ്രവൃത്തികൾ, ഇതെല്ലാം നമുക്ക് പിന്നീടുള്ള അടുത്തൊരു ജന്മത്തിൽ നമുക്ക് അതിൻ്റെ തുടർച്ചയെന്നോണം അഭ്യസിക്കുവാനുള്ള സാഹചര്യത്തിലുള്ള കുലത്തിൽ, സാഹചര്യത്തിലുള്ള അച്ഛനമ്മമാരിൽ, സാഹചര്യത്തിലുള്ള സമൂഹത്തിൽ അവൻ ജനിക്കുകയും വളരുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലക്ഷ്യത്തിലെത്തുമോ എന്നുള്ളതല്ല വിഷയം, മറിച്ച് എത്ര കാലം ശുഭമായ കർമ്മങ്ങൾ ഒരു പരമമായ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ വേണ്ടി ചെയ്തു എന്നുള്ളതാണ് പ്രധാനം. അതൊരിക്കലും പാഴായിപ്പോവില്ല. അത് എപ്പോഴെങ്കിലും, അത് ഈ ജന്മത്തിലല്ലെങ്കിൽ അടുത്ത ജന്മത്തിലെങ്കിലും അത് നമ്മുടെ കൂട്ടിനുണ്ടാകും, നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് അടിസ്ഥാനമായി നിലനിൽക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ശ്ലോകങ്ങളാണ് ഇതൊക്കെയും. ഇതാണ് മനസ്സിലാകുന്നത്. നമസ്തേ.